സ്വാഭാവികമാണ്, സത്യസന്ധമാകുക എന്ന് പറഞ്ഞ് രാവിലെ മുതൽ ഡ്രസ്സില്ലാതെ നടക്കാൻ നല്ല പറഞ്ഞത്. നമ്മളോട് കള്ളം പറയാതിരിക്കുക, നമ്മുടെ ഫീലിങ്സിനെ നമ്മൾ അറിയുക, സ്വയം അറിയുക. അപ്പം തന്ത്ര സ്വാഭാവികമായിട്ടും അത് ഡയറക്റ്റായിട്ട് പോകുന്നു. നമ്മുടെ വിഷയം തന്ത്രയോഗയാണ്. തന്ത്രയോഗ എന്ന് പറഞ്ഞാൽ ഇത് വളരെ സാധ്യതയുള്ള ഒരു വിഷയം. ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ഇത് യോഗയും തന്ത്രയും കൂടെ ചേർന്നതാണ്. എന്താണ് യോഗയും തന്ത്രയും മിക്സ് ചെയ്യേണ്ട ഒരാവശ്യം? സംഭവം വളരെ ലളിതം. യോഗയിൽ നമ്മൾ കുറച്ച് പൗരുഷത്വത്തിൻ്റെ രീതിയിലുള്ള, അതായത് നമ്മുടെ ഇന്ദ്രിയങ്ങളെ നിഗ്രഹിച്ചുകൊണ്ട് അടിച്ചമർത്തിക്കൊണ്ട് പോകുന്ന ഒരു മെത്തേഡ് വളരെ നല്ലതാണ്. റിസ്ക് വളരെ കുറവാണ് യോഗയിൽ. ശകലം താമസിച്ചു നോക്കൂ. തന്ത്രയുടെ പ്രത്യേകത എന്താണ്? തന്ത്രയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തന്ത്ര ഇൻസ്റ്റന്റ് ഫലമാണ്. ആത്മസാക്ഷാത്കാരം വളരെ വേഗത്തിൽ കിട്ടും. ഞാൻ പറയുന്നത് തന്ത്രം എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ ഉള്ള ആ സംഭവമല്ല. 64 ശൈവതന്ത്രം അല്ലേ, ശൈവ ആഗമങ്ങൾ ഉണ്ട്. ശിവൻ പാർവതിക്ക് പറഞ്ഞു കൊടുക്കുന്നതായിട്ടുള്ള കൗളമാർഗങ്ങൾ ഉൾപ്പെടെയുള്ള ഒരുപാട് തന്ത്രങ്ങളുണ്ട്. അപ്പോൾ തന്ത്രത്തിൻ്റെ പ്രത്യേകത അത് വളരെ ഇൻസ്റ്റൻറ്റ് ഫലം തരുന്നതാണ്. ആത്മസാക്ഷാത്കാരം വളരെ വേഗത്തിൽ കിട്ടും. പക്ഷേ അതിനതുപോലെ റിസ്ക് ഉണ്ട്. കുളാർണവ തന്ത്രത്തിൽ പറയുന്നത് കടുവയുടെ കഴുത്ത് ചെന്ന് പിടിക്കുന്ന പോലെയും വിഷമുള്ള സർപ്പത്തിനെ കഴുത്തിട്ട് നടക്കുന്ന പോലെയും അത്ര ശ്രദ്ധിക്കേണ്ട ഒരു പതയാണ് തന്ത്രം. പക്ഷെ ഭയങ്കര റിസൾട്ട് ഉറപ്പാണ്. ഈ ജന്മം ആത്മസാക്ഷാത്കാരം കിട്ടും. അപ്പോൾ നമ്മുടെ ഗ്രേറ്റ് ശങ്കരാചാര്യസ്വാമികൾ വളരെ എഫക്റ്റീവായി അതിവിദഗ്ധമായി ഇവകളെ തമ്മിൽ സംയോജിപ്പിച്ചിട്ടുണ്ട്. സൗന്ദര്യലഹരിയൊക്കെ വായിക്കുമ്പോൾ അത് മനസ്സിലാകുന്നു. സാത്വികമായ രീതിയിൽ യോഗയിലെ പ്രധാനപ്പെട്ട സാധനാമാർഗങ്ങളെ അവലംബിച്ചുകൊണ്ട് യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി, അഷ്ടാംഗയോഗം, അതിലെ പ്രധാനപ്പെട്ട സാധനാമാർഗങ്ങളെ അവലംബിച്ചുകൊണ്ട് എടുത്തുകൊണ്ട് തന്ത്രയിലെ അതിപ്രധാനമായ കാര്യങ്ങളെ അഡാപ്റ്റ് ചെയ്യും. അതിലെ അത്ര സാത്വികമല്ലാത്ത വശങ്ങൾ അവോയ്ഡ് ചെയ്യും. തന്ത്രയിലെ പഞ്ചമകാരങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്താണ്? മത്സ്യം, മാംസം, മദ്യം, മുദ്ര, മൈഥുനം. മത്സ്യവും മാംസവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യും. എന്നാൽ അതിലെ അവസാനത്തെ ചില കാര്യങ്ങൾ മുദ്ര, പല വിധത്തിലുള്ള മുദ്രകളുണ്ട്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കുമ്പോഴാണ് പല എന്തുവാ ശാംഭവി മുദ്ര, അങ്ങനെ പല മുദ്രകളും. അപ്പോൾ പല മുദ്രകൾ നമ്മൾ കാണിക്കത്തില്ലേ, അതും അതിനകത്ത് വരുന്നു. എനിക്ക് പൂജയൊക്കെ കഴിക്കുമ്പോൾ കണ്ടില്ലേ പല മുദ്രകൾ, ഇതൊക്കെ അതിനകത്ത് വരുന്നു. അപ്പം ഈ കാര്യങ്ങൾ അഡാപ്റ്റ് ചെയ്തിട്ട് വളരെ മനോഹരമായി സന്നിവേശിപ്പിച്ച ഒരു ശാസ്ത്രം. ശ്രീവിദ്യോപാസനയൊക്കെ അതിൻ്റെ കൂട്ടത്തിലുള്ളതാണ്. ലളിതാത്രിപുര സുന്ദരിയെ ധ്യാനിക്കുന്നു. എന്താണ് ഈ രീതിയിലുള്ള ആരാധനാക്രമങ്ങളുടെ പ്രത്യേകത?
എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്? പുറത്തോട്ടുള്ള ഇന്ദ്രിയങ്ങളിലൂടെ പുറത്ത് വ്യാപരിക്കുന്ന ബോധത്തിനെ അന്തർമുഖമാക്കണമെങ്കിൽ അതിന് ട്രെയിനിങ് കൊടുക്കണം, അല്ലേ? മന്ത്രം ജപിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ഇന്ദ്രിയങ്ങളിലൂടെ പുറത്തേക്ക് പോകുന്ന ബോധം അകത്തേക്ക് 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 വലിയും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഓം ജപിച്ചു നോക്കി, ജപിച്ചു നോക്കി, നിവർന്നിരുന്നു. കണ്ണ് തുറന്നു വെച്ചാൽ ജപിച്ചു നോക്കി. നമ്മുടെ ശ്രദ്ധ എങ്ങോട്ടാ? ബോധം ബഹിർമുഖമാണോ അന്തർമുഖമാണോ? അന്തർമുഖമല്ലേ? അകത്തേക്ക് പോയി അത് അകത്തോട്ട് വരും. പുറത്തല്ലല്ലോ, അത് ഒന്നും ഇല്ലാത്തിരിക്കുമ്പോൾ ഉള്ള അവസ്ഥയല്ലല്ലോ, ആണോ? അല്ല, അതൊരു ട്രെയിനിങ് ആണ്, എ ഗ്രേറ്റ് ട്രെയിനിങ് ആണ്. അതിൻ്റെ വാല്യൂ ചെറുതല്ല, അർത്ഥമൊന്നും അറിയാവുന്ന പോലും ഇല്ല. ബോധം ഇങ്ങനെ ഉയർന്നു വരും. ഇത് കുറച്ചാണ് നമുക്ക് ജപിച്ചു കഴിഞ്ഞു, അല്ലേ? അർത്ഥമൊന്നും അറിയാവുന്നില്ല. ഇതൊരു ട്രെയിനിങ് ആണ്, സാധനമാണ്. ഏതെങ്കിലും തരത്തിലുള്ള സാധനങ്ങൾ വേണം. കാരണം നമ്മുടെ മൈൻഡ് അത്രയും ട്രിക്കുള്ളതാണ്, അല്ലേ? സബ് കോൺഷ്യസ് മൈൻഡ് അത്ര സ്ട്രോങ് ആണ്. അപ്പോ നമ്മൾ മുമ്പേ പറഞ്ഞ നമ്മുടെ വാസനകൾ അവിടെ ഉണ്ട്. വാസനകളെയും ചിന്തകളെയും ബൈപ്പാസ് ചെയ്യാനുള്ള ഒരു ടെക്നിക്കാണ് മന്ത്രങ്ങൾ. അത് നമ്മളെ പ്രസന്റിൽ പിടിച്ചു നിർത്തും. മന്ത്രം ജപിക്കുമ്പോൾ നമ്മൾ പ്രസന്റിലാവും. പക്ഷെ നമ്മൾ ശ്രദ്ധയോടെ ജപിക്കുന്ന കുറച്ച് നമ്മുടെ ഭാഗത്തുനിന്ന് എഫർട്ട് വന്നില്ലേ, യാന്ത്രികമായി പോകും. ചിന്തകൾ ഇങ്ങനെ വന്നിരിക്കും. അപ്പോൾ മന്ത്രം ജപിച്ചോണ്ടിരിക്കും സൈഡിൽ, അല്ലേ? അങ്ങനെയല്ല, നമ്മുടെ ഭാഗത്തുനിന്ന് കുറച്ച് എഫർട്ട് വേണം. അതിനാണ് പലതരത്തിലുള്ള ഭഗവത് സ്വരൂപങ്ങളെ വർണ്ണിക്കുന്നത്. എന്താണ് നമ്മൾ ക്യാമറ എടുക്കുമ്പോൾ ഇങ്ങനെ ഫേസ്, കൈ, കാല്. കാരണം മനസ്സിങ്ങനെ ചാടി കളിക്കുന്ന ഫേസ് മാത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ കുറച്ച് കഴിയുമ്പോൾ വീട്ടിലെ കാര്യം, മറ്റേ കറണ്ട് ബില്ല് അടയ്ക്കുന്ന അറിയാത്ത ഓർമ്മ വരും, അല്ലേ? അപ്പോൾ നിനക്ക് കൈ വരും, അത് കഴിയുമ്പോൾ നിനക്ക് കാല് വരും. നമ്മളിങ്ങനെ ബോധമായിട്ട് അത്രയും നേരം നമ്മൾ കണക്ട് ആയിരുന്നു പരമാത്മ ബോധം. നമ്മൾ എപ്പോഴൊക്കെ പരമാത്മബോധവുമായി കണക്റ്റായി വർത്തിക്കുന്നുണ്ടോ അപ്പോഴൊക്കെ ഭയങ്കരമായ ഊർജവും നമുക്ക് ലഭിക്കുന്നുണ്ട്. നമ്മൾ ഉറങ്ങാതിരുന്നാൽ 4 ദിവസം ഉറങ്ങാതിരുന്നാൽ നമ്മൾ ഭ്രാന്ത് പിടിക്കും, അല്ലേ? ഉറങ്ങുമ്പോൾ എന്താ സംഭവിക്കുന്നത്? സുഖ സുഷുപ്തി എന്ന പ്രാജ്ഞ ലോകത്ത് പോയി നമ്മുടെ ബോധം ഊർജം വേണ്ടത്ര എടുത്തിട്ട് ഉണരുമ്പോൾ തിരിച്ചു വരുന്നു. ഒരു ദിവസം മുഴുവൻ നമ്മളെ പ്രവർത്തിപ്പിക്കും. നമ്മുടെ യഥാർത്ഥ അടിസ്ഥാന ലോകം അതാണ്, പ്രാജ്ഞലോകം. നമ്മൾ ബോധം വിടുമ്പോഴും നേരെ വരുന്ന എങ്ങോട്ടാണ്? ഈ ലോകത്താണ്. അപ്പം അത് ഇതിനു ശേഷം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാം. എങ്ങനെ അത് ചോദിച്ച സ്ഥിതിക്ക് അത് പ്രധാനമായും നിങ്ങൾക്ക് അറിയാവുന്നതാണ്. മാണ്ഡൂക്യോപനിഷത്തൊക്കെ എല്ലാവരും വായിച്ചിട്ടുണ്ടായിരുന്നു പലരും. അപ്പോൾ അതിൽ പ്രധാനമായിട്ട് ഓങ്കാരത്തിന് 4 മാത്രകളാണുള്ളത്. 100% പ്യുവർ സൈക്കോളജിയാണിത്. സൈക്കോളജിയിൽ അതിനപ്പുറമുള്ള ഒരു ശാസ്ത്രമാണ്, സത്യം. നമ്മൾ ഈ ലോകത്ത്, ഈ കാണുന്ന ലോകത്ത് നമ്മുടെ മൈൻഡ്, നമ്മുടെ ബോധം ചുറ്റിത്തിരിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലേ? ഇന്ദ്രിയങ്ങളിലൂടെ പുറത്തു പോയി ചുറ്റിത്തിരിക്കും. ഭാരതീയ ആത്മീയ ചിന്താധാരകളുടെ പ്രസക്തി എവിടെയാണ്? ഇത് തുടങ്ങുന്നത് നിങ്ങൾക്കും എനിക്കും അനുഭവവേദ്യമായ ഈ ലോകത്തിൽ നിന്നാണ്. സങ്കല്പത്തിലുള്ള ഒരു ഈശ്വരനിൽ നിന്നല്ല. ആദ്യം തന്നെ പറയുന്നത്, 1-ാം പാദം എന്ന് പറയുന്നത് വൈശ്വാനരൻ. വൈശ്വാനരൻ വിശ്വൻ മുഴുവൻ നരനായിട്ടുള്ളവൻ, ഒരൊറ്റ മനുഷ്യനായിട്ടാണ് ഋഷി നമ്മുടെ ഈ ലോകത്തെ കാണുന്നത്. ഞാൻ വേറെ, നിങ്ങൾ വേറെ, ഈ പ്രപഞ്ചം വേറെ എന്നുള്ളതല്ല.
ദ്യോവ് അതിൻ്റെ കണ്ണുകൾ സൂര്യനാണ് അല്ലെങ്കിൽ എന്ന് പറയുമ്പോൾ അത്രയും കണക്റ്റഡ് ആണ്. ഈ ഒരു മനുഷ്യൻ്റെ കണ്ണ് സൂര്യനാണെന്ന് പറയുമ്പോൾ ആ മനുഷ്യൻ്റെ വലിപ്പം ഒന്ന് ആലോചിച്ച് നോക്കി. വിരാട് പുരുഷന്റെ അങ്ങനെ ഓരോന്നും കണക്റ്റഡ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പ്രപഞ്ചം മുഴുവൻ ഒറ്റ മനുഷ്യനായിട്ടാണ് കാണുന്നത്. അതാണ് ഇന്ത്യൻ ചിന്താധാരകളുടെ വാല്യൂ. സാറ് രാവിലെ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് അതാണ്. ഈ കണക്ട് ചെയ്തിട്ടുള്ള ഡെവലപ്മെന്റ് നമുക്കിത് നഷ്ടപ്പെട്ടു പോലും അതാണ്. അതുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്ന ഭൂമിയെ തന്നെ നമ്മൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. പണ്ട് യാഗ കാലഘട്ടത്തിൽ അങ്ങനെയില്ല. കാര്യം എന്താ, ഒരേ അംഗമായിട്ടാണ് കാണുന്നത്. ഭൂമി എൻ്റെ കാലായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ കാലിനെ നശിപ്പിക്കൂ ഇല്ല. അപ്പം സഹസ്രശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രവ എന്താണ് പുരുഷ സൂക്തത്തിൽ പറയുന്നു. 1000 കണ്ണുകൾ 1000 തല ഒക്കെ ഉള്ള വിരാട് പുരുഷൻ. ഈ പ്രപഞ്ചം മുഴുവൻ വിരാട് പുരുഷൻ, വൈശ്വാനരൻ. നമ്മൾ ഈ കാണപ്പെടുന്ന ലോകം, നമ്മുടെ ബോധം ഇവിടെ ചുറ്റിത്തിരിഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മൾ ധ്യാനത്തിലൂടെ നമ്മൾ അകത്തേക്ക്, നമ്മളെ മന്ത്രജപങ്ങളിലൂടെയൊക്കെ നമ്മൾ അകത്തേക്ക് ആ ബോധത്തിനെ പിടിച്ചു കൊണ്ടുവരുമ്പോൾ നമുക്ക് ആദ്യം ഫേസ് ചെയ്യേണ്ടി വരുന്നത് നമ്മളുടെ അതിനടിയിൽ വർത്തിക്കുന്ന സങ്കല്പ ലോകത്തിനെയാണ്, തൈജസ ലോകത്തിനെയാണ്, സബ് കോൺഷ്യസ് മൈൻഡിനെയാണ്, വാസനകളുടെ ലോകത്തെയാണ്, മനസ്സിനെയാണ്. സങ്കല്പം ആദ്യം കാണുന്ന ഇതാ നമുക്ക് പേടിയാവും. നമ്മൾ കളഞ്ഞിട്ട് തിരിച്ച് നമ്മുടെ ലോകത്ത് ഏഷ്യാനെറ്റ് കണ്ട് മറ്റേ പരമ്പരയൊക്കെ കണ്ടിട്ട് അല്ലേ, ചന്ദനമരയൊക്കെ കണ്ട് നമ്മൾ ധ്യാനിക്കാൻ നിൽക്കുമ്പോൾ ആളുകളുടെ ഈ വരട്ടെ, അതെല്ലാം വരട്ടെ, നമ്മളെല്ലാത്തിനും ഫേസ് ചെയ്യേണ്ടി വരും. നമ്മുടെ ഉള്ളിൽ ചപ്പു ചവറ് നമുക്ക് സ്വാഭാവികമായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റാത്ത, പറയാൻ പറ്റാത്ത ആഗ്രഹമുള്ള കാര്യങ്ങളെല്ലാം, നമ്മുടെ വെറുപ്പ്, അസൂയ, ദേഷ്യം, ഈ സാധനങ്ങളൊക്കെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിറഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. ഇതിനെ എല്ലാം വലിച്ച് വെളിയിലെത്തി ശുദ്ധമാക്കാതെ മോക്ഷമൊന്നും കിട്ടൂല, ബോധം വെളിയിലേക്ക് വരില്ല അല്ലേ. ഈ യോഗം സംഭവിക്കില്ല നമ്മുടെ ഉള്ളിൽ. ഇതവിടെ ഉണ്ട്. 30 വർഷം 40 വർഷം പ്രായമുള്ള ഒരാൾക്ക് 40 വർഷത്തെ പാസ്റ്റ് ഉണ്ട്. ഈ പാസ്റ്റ് അവിടെ കിടക്കുകയാണ്. പ്രസന്റിന് എങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റും? അപ്പോൾ ചിന്തകൾക്ക് അടിയിൽ മോക്ഷം കിട്ടാതെ ചിന്തകൾ കിടക്കുക, യോഗം സംഭവിക്കാതെ ആഗ്രഹങ്ങൾ കിടക്കുന്നു. ഈ വാസനകളാണ് ചിന്തകളെ ഉണ്ടാക്കുന്നത്. നമ്മൾ ഉറങ്ങുമ്പോഴേ നമ്മൾ സ്വപ്നം കാണുന്നുള്ളൂ നമ്മൾ വിചാരിക്കുന്നു സ്വപ്ന ലോകം. പക്ഷെ ഉറങ്ങുമ്പോഴല്ല അത്. ശ്രദ്ധിച്ചാൽ ഇപ്പൊ കണ്ണടച്ചു നോക്കി, ഒന്ന് കണ്ണടച്ചു നോക്കി പ്ലീസ്. ആ സങ്കല്പങ്ങളെല്ലാം അവിടെ ഇല്ലേ? ഉണ്ട്. നമ്മൾ കണ്ണടയ്ക്കാത്തതുകൊണ്ട് കാണാത്ത, രാത്രി ഉറങ്ങുമ്പോൾ കണ്ണടയ്ക്കുന്നതുകൊണ്ട് സ്വപ്നം കാണും. ഇപ്പോഴും നമ്മൾ ജീവിക്കുന്ന ഈ സ്വപ്നത്തിൻ്റെ ബേസിലാണ്, അടിയിൽ നിയന്ത്രിക്കുന്ന സ്വപ്നങ്ങളാണ്. തങ്ങളുടെ ബോധത്തെ ബാഹ്യ ലോകത്തു നിന്ന് എന്താ സിദ്ധികൾ എന്നൊക്കെ പറയുന്നത്, ഐശ്വര്യം വരുമെന്നൊക്കെ പറയുന്നത് എങ്ങനെയാ? നമ്മുടെ ബോധം കൂടുമ്പോൾ, നമ്മുടെ കഴിവ് കൂടുമ്പോൾ, നമ്മുടെ പ്രവൃത്തി മേഖലയിൽ അത് കൂടുതൽ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് കൂടുതൽ റിസൾട്ട് കിട്ടും, പൈസ കിട്ടും, ഐശ്വര്യം കിട്ടും. നമ്മൾ വേണ്ട കാര്യങ്ങൾ വേണ്ട സമയത്ത് ചെയ്യാൻ പറ്റും. ഇതൊക്കെ സംഭവിക്കും ബോധം കൂടുമ്പോൾ. ബോധം കൂട്ടിയാൽ മാത്രം മതി സാധനങ്ങളിലൂടെ. അപ്പോൾ ഉള്ളിലേക്ക് നമ്മുടെ ബോധത്തെ കൊണ്ടുവരുമ്പോൾ നമ്മൾ ആദ്യം ഫേസ് ചെയ്യുന്നത് ഈ സങ്കല്പ ലോകമാണ്. നമ്മൾ നിയന്ത്രിക്കുന്നതും ഈ സങ്കല്പ ലോകമാണ്, നമ്മൾ അറിയുന്നില്ല. എക്സാമ്പിൾ, ഒരു സോപ്പ്. ഈ സങ്കല്പ ലോകത്തെ എക്സ്പീരിയൻസ് കൊണ്ട് അറിയാൻ കഴിയുന്ന ആളുകളാണ് ഈ ലോകത്തെ നിയന്ത്രിക്കുന്നത്. ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഒരു സോപ്പ് ഐശ്വര്യ റായ് അല്ലെ ഷാരൂഖ് ഖാൻ അഭിനയിക്കുന്നു, പരസ്യം ചെയ്യുന്നു. നമ്മൾ ആ സോപ്പ് വാങ്ങിച്ച് ഉപയോഗിക്കുമ്പോൾ നമുക്കൊരു സുഖം വരും. നമ്മൾ അവരുടെ ഗണത്തിൽ വരുന്നു. നോക്കൂ, നമ്മുടെ സങ്കല്പത്തെ എത്ര വിദഗ്ധമായിട്ടാണ് അയാൾ ഉപയോഗിച്ചത്. നമ്മുടെ സമയം മൊത്തം നിയന്ത്രിക്കുന്നത് മറ്റുള്ളവരാണ്. നമ്മൾ എപ്പോൾ വീട്ടിൽ ആഹാരം വെക്കണം ഒക്കെ അത് ഏഷ്യാനെറ്റ് തീരുമാനിക്കും അല്ലേ. എൻ്റെ വൈഫൊക്കെ കുത്തിയിരുന്ന് ഈ സീരിയൽ കാണും. സംഭവം എന്താണെന്ന് നോക്കിയപ്പോൾ അതിനകത്തൊക്കെ ഞാൻ നോക്കിയപ്പോൾ പൊതുവായിട്ട് കണ്ടത് ഒരു പാവപ്പെട്ട ഒരു ഭർത്താവ് ഭാര്യ അയാളെ അടക്കി ഭരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും സ്വന്തം ജീവിതത്തിൽ നടക്കാത്ത കാര്യം ഇങ്ങനെ അതിനകത്ത് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംതൃപ്തി ഉണ്ടത്. ഇതിങ്ങനെ ആസ്വദിക്കുകയാണ് ഞാൻ നോക്കിയപ്പോൾ.
ഞാൻ വരയ്ക്കുന്നൊന്നും പോകുന്നില്ല. ഞാൻ സത്യത്തിൽ ഞാൻ അങ്ങനെ അതിലും കഷ്ടമാണ് വീട്ടിൽ. പക്ഷെ അത് പറ്റത്തില്ലല്ലോ, യഥാർത്ഥത്തിൽ അവർക്കത് പറ്റത്തില്ല. അവരുടെ മനസ്സിൽ അങ്ങനെ ഭരിച്ച് നടക്കാൻ അനുവദിക്കത്തില്ല. കുലീനയായ സ്ത്രീകളാണ്. അപ്പോൾ അത് നടക്കത്തുമില്ല. അത് ആഗ്രഹമുണ്ട്. ഈ ആഗ്രഹം ഇവരെയൊക്കെ നല്ലതായിട്ട് ഏഷ്യാനെറ്റിനറിയാം. നോക്കൂ, സങ്കല്പ ലോകങ്ങളെ അറിയാവുന്നവരാണ് ഈ ലോകം ഭരിക്കുന്നത്. അവർ നമുക്ക് വിലയിടും. നമ്മുടെ ജീവിതത്തിലെ വിലയേറിയ സമയത്തിന് അവരാണ് വിലയിടും. അപ്പൊ സങ്കല്പ ലോകം അതാണ്. അതിനെ ഋഷി വിളിച്ചത് തൈജസ ലോകം എന്നാണ്. സങ്കല്പ ലോകത്തിൽ വരുമ്പോൾ കുറേ കാര്യങ്ങൾ പിടിച്ചു. എടാ, ഞാൻ എത്രമാത്രം ബ്രെയിൻ വാഷ്ഡ് ആയിരുന്നു, അത്ര ഫ്രീഡം കിട്ടും, അത്രയും സമയം നമുക്ക് പ്രൊഡക്റ്റീവായിട്ട് വിനിയോഗിക്കാം. നമ്മൾ കെമിക്കലുള്ള സാധനങ്ങൾ പരസ്യം കണ്ട് വാങ്ങിച്ച് തിന്നത്തില്ല. നമുക്കത് കാണുമ്പോഴേ നമ്മുടെ ഉള്ളിലെ ബോധം പറയും വേണ്ട. ഉറുമ്പുകൾ, നമ്മൾ ഈ കോലുമുട്ടായില്ലേ മധുരമുള്ള, മുന്നിലോട്ട് ഇട്ട് കൊടുത്താൽ കഴിക്കത്തില്ല. അതിനറിയാം അത് കെമിക്കലാണ്. നമ്മൾ എല്ലാം വാരി വെച്ചിരുന്നു, നമ്മൾ കെമിക്കൽ ഉള്ളതേ വാങ്ങി കഴിക്കും. കാരണം നമ്മുടെ ബോധം അടി പറയാൻ നമുക്ക് കേൾക്കാൻ പറ്റത്തില്ല, ഇന്നർ വോയിസ്. കാരണം നമ്മുടെ ഉള്ളിൽ നമ്മൾ പുറം ലോകത്താണ്. പറഞ്ഞ ആ വിഷയം പുറം ലോകത്താണ്. പണ്ടൊക്കെ കുറേ നാമജപവും കാര്യങ്ങളും കുറച്ചൊക്കെ ആൾക്കാർ ഉള്ളിലോട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഒന്നുമില്ല, അതിൻ്റെയാണ് ഇപ്പോൾ കാണുന്നത്. അപ്പം അത് പുറം ലോകത്തിങ്ങനെ ചുറ്റിത്തിരിയുന്നു. അതിനെ നമ്മൾ ഉള്ളിലേക്ക് കൊണ്ടുവന്ന പ്രാജ്ഞലോകം. ഓക്കെ, ആ പ്രാജ്ഞലോകത്തെയും മറികടന്ന് ഉള്ള ഒരു ലോകമുണ്ട്. അതാണ് തൈജസ് ലോകത്തെയും മറികടന്നിട്ടുള്ള ലോകമുണ്ട്. ഇതിനെ രണ്ടിനെ നിയന്ത്രിക്കുന്ന സുഖസുഷുപ്തിയിൽ നമ്മൾ വരുന്നപ്പോൾ നമ്മൾ എവിടെയാണോ അവിടെ സങ്കല്പവും ഇല്ല, സ്വപ്നവും ഇല്ല. ഈ വൈശ്വാനരൻ എന്ന് പറയുന്ന ഈ ബാഹ്യപ്രപഞ്ചം ജാഗ്രത ആയിട്ടുള്ള അവസ്ഥയില്ല. അവിടെ ഉള്ളത് എന്നാ ബോധം ഉണ്ടതാണ് അല്ലേ? ശ്വാസം എടുക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ആ ബോധം കിട്ടുന്ന ആ അവസ്ഥയാണ് പ്രാജ്ഞലോകം. അവിടേക്ക് നമ്മുടെ ബോധത്തിനെ ഈ ഉണർന്നിരിക്കുമ്പോൾ തന്നെ അതിനകത്തേക്ക് കൊണ്ടുവരാൻ പറ്റണം. അതാണ് ധ്യാനം എന്ന് പറയുന്നത്. അവിടെ ഉള്ളത് ആനന്ദമാണ്. നമ്മുടെ യഥാർത്ഥ സ്ഥായീഭാവം ഈ ആനന്ദം. ധ്യാനം എന്ന് പറയുന്നത് ഈ പ്രാജ്ഞനിൽ വർത്തിക്കുന്നതിനെയാണ് ധ്യാനം എന്ന് പറയുന്നത്. സെൻ ബുദ്ധിസത്തിൽ പ്രധാനമായിട്ട് അവർ ഊന്നൽ കൊടുക്കുന്നത് ഈ പ്രാജ്ഞനിൽ വർത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പ്രസന്റിൽ നിൽക്കാൻ പറഞ്ഞതിൻ്റെ കാര്യമാണ്. ഈ പ്രസന്റിൽ നിൽക്കുമ്പോൾ പ്രാജ്ഞനി വരുന്നുണ്ടോ എന്ന് നോക്കാം. ഇതാ ഒന്ന് നിന്നിരിക്കൂ. അപ്പോൾ ആനന്ദം ഉണ്ടാകുന്നുണ്ടോ എന്ന് നോക്കാം അല്ലേ? ഒന്ന് നോക്കി. ചിന്തകൾ വരാതിരിക്കാൻ നോക്കാം. ആ ചിന്തകളെ നമുക്കിവിടെ നിന്ന് ലോക്കിട്ട് പിടിച്ചു നോക്കാം. നടക്കുമെന്ന് അറിയത്തില്ല, എങ്കിലും ശ്രമിച്ച് നോക്കാം. ചിന്തകൾ വരാൻ തുടങ്ങുമ്പോൾ നമുക്കൊന്ന് പിടിച്ചു വരും. ശ്രദ്ധിക്കണമല്ലേ? ശ്വാസം ഒന്ന് വലിച്ചു വിടുക. അല്ലേ? നമുക്ക് ആ ഒരു ഇതിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. ആ കണക്ട് ചെയ്യാൻ പറ്റിയ രക്ഷമുണ്ട്.
ഹലോ, നമുക്ക് ആ കണക്ട് ചെയ്യാൻ പറ്റിയാൽ നമ്മൾ രക്ഷപ്പെട്ടു അല്ലേ? ആ സൈലൻസിലാണ് സംഭവിക്കുന്നത്. അപ്പം അതിനും നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റണം. അങ്ങനെയാണ് ധ്യാനം എന്ന് പറയുന്നത്. അതാണ് പ്രാജ്ഞലോകം. അതൊരു വാതിലാണ്, ഒരു ഗേറ്റാണ്. ആ ഗേറ്റിൽ അവിടെ കണ്ടിന്യൂ ചെയ്താൽ അത് അകത്തോട്ട് പോകും. അത് തന്നെ തുര്യം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തും. പ്രകാശമാനമായ അവസ്ഥ, ആത്മാവിൻ്റെ അവസ്ഥ. ഇതിൽ കണ്ടിന്യൂ ചെയ്താൽ മതി, വേറെ ഒരു കാര്യമില്ല. പറഞ്ഞപ്പോൾ കഴിഞ്ഞു, പക്ഷേ അത് അത്ര എളുപ്പമല്ല. ഇപ്പം നമ്മളിവിടെ ഇരിക്കുന്നു, നമ്മളിങ്ങനെ സംസാരിക്കുന്നു, അതുകൊണ്ട് ചിലപ്പോൾ അതല്ല. സ്വന്തമായിട്ട് അതിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല അല്ലേ? നമ്മളിവിടെ സംസാരിച്ചു, ഇവിടെ അങ്ങോട്ട് പോകുമ്പോഴെല്ലാം പോവും. നമ്മുടെ ദൈനംദിന കാര്യങ്ങളാണ് നമ്മുടെ ശ്രദ്ധ. അപ്പം നമ്മൾ സീരിയൽ ഒന്ന് കണ്ടു, അല്ലെങ്കിൽ എന്തെങ്കിലും വീട്ടിലെ കാര്യങ്ങളായ മറ്റു കാര്യങ്ങളായ നമ്മുടെ മനസ്സിൽ നമ്മുടെ ആ ഒരു വേര് നഷ്ടപ്പെട്ടു. ഈ വേര് നഷ്ടപ്പെട്ടു പോകുന്നതാണ് മനുഷ്യൻ്റെ ഇന്നത്തെ ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രധാനപ്പെട്ട ഒരു സംഗതി ഞാൻ പറഞ്ഞത്, ഇതിൽ കണ്ടിന്യൂ ചെയ്താലുള്ള ഗുണങ്ങൾ നമുക്ക് ചെയ്യേണ്ടതും ചെയ്യേണ്ടാത്തതും തിരിച്ചറിയാൻ സാധിക്കും. ബുദ്ധൻ പറയുന്ന ശരിയായ എന്താണ്, ബുദ്ധൻ്റെ ധർമ്മവാദത്തിൽ ബുദ്ധൻ പറയുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. ശരിയായ വീക്ഷണം അല്ലെങ്കിൽ ശരിയായ വാക്ക്, പ്രവൃത്തി, ഇത് സംഭവിക്കും. കർമ്മബന്ധങ്ങൾ നമ്മളെ ബാധിക്കില്ല. കൃഷ്ണൻ അർജുൻ്റെ ഒക്കെ പറയുന്നത് ഈ പ്രാജ്ഞന്റെ ഈ സ്റ്റേജിൽ നിന്ന് പ്രവർത്തിക്കുവാനാണ് അല്ലേ? നീ കൂടുതൽ ചിന്തിക്കുകയൊന്നും വേണ്ട അല്ലേ? അർജുനനെ സംസാരിച്ച് കൃഷ്ണൻ ഒരു സെന്ററിൽ കൊണ്ടുവരികയാണ്. അദ്ദേഹത്തിൻ്റെ മനസ്സിനെ നിശ്ചലമാക്കുകയാണ് ചെയ്യുന്നത്. കൂടുതൽ ഭൂതത്തിനെ കുറിച്ചും ഭാവിത്തെക്കുറിച്ചും ചിന്തിക്കേണ്ട. അവ്യക്താനി ഭൂതാനി വ്യക്തമുക്താനി ഭാരത. അവ്യക്തനിധനാനി അല്ലേ? പണ്ട് ഈ പ്രപഞ്ചം അവ്യക്തമായിരുന്നു, ഇപ്പൊ വ്യക്തമാണ്. നാളെ അത് അവ്യക്തത്തിലേക്ക് വീണ്ടും പോകും. ഈ വ്യക്തമായിട്ടുള്ള കാര്യം മാത്രം നീ നോക്കിയാൽ മതി. കൂടുതൽ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട. ഇപ്പൊ നീ യുദ്ധം ചെയ്യുക എന്നുള്ളത് എൻ്റെ മുന്നിലുള്ള വന്നു ചേർന്ന സ്വധർമ്മം. ഇതങ്ങോട്ട് ചെയ്യുക. കൂടുതൽ പാസ്റ്റോ ഫ്യൂച്ചറോ ഒന്നും ചിന്തിക്കേണ്ട. അപ്പൊ ചെയ്യുന്നത് കറക്റ്റായിരിക്കും. കർമ്മബന്ധം പിടിക്കത്തില്ല. നെഗറ്റീവോ പോസിറ്റീവോ ആയാൽ നമ്മളെ കർമ്മബന്ധങ്ങൾ ബാധിക്കും. തന്ത്ര പറയുന്നതും അത് തന്നെ. അതിൽ ശാംഭവി മുദ്രയെ കുറിച്ച് രഹസ്യമായ എല്ലാ തന്ത്രങ്ങളിലും ഗോപ്യമായി വെച്ചിട്ടുള്ള ശാംഭവി മുദ്ര, പ്രിയേ നിനക്ക് ഞാൻ പറഞ്ഞു തരാമെന്ന് പരമശിവൻ പറയുക. എന്താണ്? സുഖങ്ങൾ അനുഭവിക്കുമ്പോഴും മൈഥുനമായാലും അല്ലെ വേറെ എന്തെങ്കിലും ഇഷ്ടപ്പെട്ട ആഹാരം കഴിക്കുമ്പോഴായാലും ഇന്ദ്രിയങ്ങളിലൂടെ എന്ത് സുഖങ്ങൾ അനുഭവിച്ചാലും അതെല്ലാം കണ്ണു തുറന്ന് ഇമചിമ്മാതെ അന്തർബോധത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് ചെയ്യുക. ഇതന്നല്ലേ കൃഷ്ണൻ പറഞ്ഞു, ആത്മവിഷയങ്ങളായ ഇന്ദ്രിയങ്ങൾ പറഞ്ഞു. ഇതാണ് രഹസ്യങ്ങളിൽ രഹസ്യമായ എല്ലാ തന്ത്രങ്ങളിലും ഞാൻ രഹസ്യമാക്കി വെച്ചിട്ടുള്ള ശാംഭവി മുദ്ര എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ നൈസർഗികതയെ പരിവർത്തിപ്പിക്കുക. അതാണ് കൃഷ്ണൻ പറഞ്ഞത്, നമ്മുടെ ഉള്ളിലെ വാസനകളെ കർമ്മമാർഗത്തിലൂടെ പ്രവർത്തിച്ച് കത്തിച്ച് തീർത്ത് ശൂന്യമാക്കണം. അപ്പോൾ ബോധം തെളിഞ്ഞു വരും. നമ്മുടെ ഉള്ളിലെ ആഗ്രഹങ്ങൾ, ഡിസയർ, അതാണ് പിന്നെയും ജന്മം എടുക്കണം നമ്മൾ പറഞ്ഞല്ലേ. അത് തന്നെയാണ് തന്ത്രയിൽ പറയുന്ന വാസന നാശം. അതിനു വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, അതിനു വേണ്ടിയിട്ട് ഉള്ള വേറൊരു മെത്തേഡാണ് ബോധപൂർവം. ഇപ്പം ആപ്പിൾ കഴിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരുപാട് ആഗ്രഹമുണ്ട്, പക്ഷെ ആപ്പിൾ മാക്സിമം വേണ്ടെന്ന് വെക്കുന്തോറും അതുമായിട്ട് അത്രയ്ക്ക് ബന്ധപ്പെടും. പിന്നെ വീട്ടിൽ വന്ന് കിടക്കുമ്പോഴൊക്കെ ആപ്പിളായിരിക്കും, ഒരു 500 ആപ്പിൾ മനസ്സിലാതെ എവിടെ നോക്കിയാലും ആപ്പിളെ കാണുന്നുള്ളൂ. ഇതൊക്കെ കൊതിയാണ്. എന്തടിച്ചമർത്തുന്നു അത് കൂടും. നമ്മൾ അതുമായിട്ട് കണക്റ്റഡാണ്. പണം വേണ്ടെന്ന് പറഞ്ഞു നോക്കി, പിറ്റേന്ന് നമ്മളൊരു ദാരിദ്ര്യം തുടങ്ങുക. നമ്മൾ പൈസ ഉണ്ടാക്കാതെ കുത്തിക്കൊണ്ടിട്ടായാലും പൈസ ഉണ്ടാക്കുന്ന ധൈര്യം വരും. കള്ളം പറയത്തില്ല എന്ന് വെച്ച് നോക്കി, അപ്പോൾ ഒരു കള്ളം പറയാനുള്ള സിറ്റുവേഷൻ എക്സിസ്റ്റൻസ് നമ്മുടെ മുന്നിൽ കൊണ്ടുതരും. കള്ളം പറഞ്ഞില്ല നമ്മൾ തല പോകും. ഇതാണ് അതിൻ്റെ പ്രതികാരം.
നമ്മുടെ ബോധത്തിന്റെ പ്രതികാരം. അതാണ് സെൻട്രലിൽ നിൽക്കണം എന്ന് പറയുന്നത്. അതാണ് കൃഷ്ണൻ പറയുന്ന മധ്യമ മാർഗം, ബുദ്ധൻ പറയുന്ന സുവർണ മധ്യമ നിയമം, സെൻ ബുദ്ധിസം പറയുന്നത് അത്. അപ്പോൾ തന്ത്ര പറയുന്നത് നമ്മുടെ ഉള്ളിലെ ഈ വാസനകളെ ബോധപൂർവം, എങ്ങനെ ഈ ആപ്പിള് കുറേ ദിവസമായി ആപ്പിള് കിടന്ന് ശല്യം ചെയ്യുക. നമ്മൾ ആപ്പിള്, ഇവിടെ പൈസ ഇല്ല 1 രൂപ, പക്ഷെ അന്ന് കിട്ടിയ കുറേ ദിവസത്തേക്കുള്ള മരുന്ന് വാങ്ങിക്കാനുള്ള പൈസ ഉൾപ്പെടെ എടുത്തുകൊണ്ട് നമ്മൾ കടയിൽ ചെല്ലുന്നു. മരുന്നടുത്ത് വെച്ച് കാണാം ഒരാപ്പിളും കൊണ്ട് വാങ്ങിക്കുന്നു, ഒരു കൊട്ട നിറയെ വീട്ടിൽ കൊണ്ടുവച്ച് ബോധത്തോടെ ഓരോ ആപ്പിൾ എടുക്കുന്നു, മണക്കുന്നു, കടിക്കുന്നു, രുചിയറിഞ്ഞ് പൂർണ്ണ ബോധത്തിൽ അതിങ്ങനെ കഴിച്ച് കുറച്ച് കഴിയുമ്പോൾ ആപ്പിൾ മതിയായി. പിന്നെ നമുക്ക് ഈ റോഡിൽ എവിടെ ആപ്പിൾ കണ്ടാലും നമ്മളത് കണ്ടിട്ടേയില്ല. അപ്പം നീ കണ്ടില്ല ഒരു വെട്ട് ആപ്പിൾ അവിടെ ഇരിക്കും, എവിടെ ഞാൻ കണ്ടില്ല, മറ്റേത് അത് മാത്രമേ കാണത്തുള്ളായിരുന്നു അല്ലേ? മനുഷ്യൻ്റെ ഉള്ളിലുള്ള വാസനകളെ ബോധപൂർവം പരിവർത്തിപ്പിക്കുന്ന അതിവിദഗ്ധമായ ഒരു ടെക്നോളജിയാണ് തന്ത്ര. ഇത്രയ്ക്ക് സഹജമായ, ഇത്രയ്ക്ക് പഴയതും ഇത്രയ്ക്ക് പുതിയതുമായ ഒരു ശാസ്ത്രം ഇന്ന് ലോകത്തില്ല എന്ന് തന്നെ പറയാനാണ്. ഡയറക്റ്റ് അപ്രോച്ചാണ്, വളഞ്ഞു നോക്കി പിടിക്കുന്ന പരിപാടിയൊന്നുമില്ല. ചിലർക്ക് കൃത്യമായ ഉപാസന കൊണ്ട് മൈഥുനത്തിൻ്റെ ഒന്നും ആവശ്യം വരത്തില്ല, അതിനു മുമ്പ് തന്നെ ബോധപ്രാപ്തിയിലേക്ക് എത്താൻ സാധിക്കും നല്ലൊരു ശതമാനത്തിൽ. ചിലർക്കത് വേണം താൻ, അത് അവരവർ തീരുമാനിക്കുക. എന്തുകൊണ്ട് വേണ്ടി വരുന്നില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ സെക്ഷുവൽ എനർജിയെ ഉൾപ്പെടെ അമ്മ എന്നുള്ള സങ്കല്പത്തിലേക്ക് മാറ്റും. മാതൃഭാവത്തിൽ ദേവി, ത്രിപുര സുന്ദരി, അമ്മ, മഹാമായ, സർവേശ്വരി. ഇപ്പം സ്ത്രീ എന്ന് പറയുന്ന എനർജി അങ്ങനെ മാറ്റിയെടുക്കുന്നു, അല്ലാതെ അതിനെ അടിച്ചമർത്തുന്നുണ്ടോ? അല്ല, യോഗയിൽ നമ്മൾ അത് സൈഡേ നമ്മൾ അടിച്ചമർത്തും. എല്ലാ ആണിൻ്റെയും പെണ്ണിൻ്റെയും ഉള്ളിൽ ഇത്തരത്തിലുള്ള ഒരുപാട് വാസനകൾ കിടപ്പുണ്ട്. ഇത് പൂർത്തീകരിക്കപ്പെടാതെ ഇരിക്കുന്നത് കൊണ്ടാണ് പിന്നെ ആണും പെണ്ണുമായിട്ട് ഇങ്ങനെ ജനിച്ച് വരേണ്ടി വരുന്നത്. മോക്ഷം അത് നമ്മുടെ കോമൺ സെൻസ് നമുക്ക് മനസ്സിലാവും. ഞാൻ മുമ്പ് പറഞ്ഞില്ലേ? അപ്പോൾ നമ്മൾ ഈ പറയുന്ന രീതിയിൽ ആഗ്രഹങ്ങൾ അവിടെ കിടപ്പുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഈ ആഗ്രഹങ്ങളെ ധ്യാനത്തിലൂടെ തിരിച്ചറിയാമെന്നുള്ളതാണ്. ഭസ്മീകരിക്കാൻ പറ്റും, ഉണ്ടെന്നറിഞ്ഞാൽ നമുക്ക് തിരിച്ചറിയാം. പക്ഷെ നമുക്ക് ആദ്യം തോന്നി എനിക്കെന്താ ആഗ്രഹം? ഒരു ആഗ്രഹവും ഇല്ല. ഇത് ആരെയും പറയുന്നത്? നമ്മുടെ കോൺഷ്യസ് മൈൻഡാണ്. സബ് കോൺഷ്യസ് മൈൻഡ് അങ്ങനെയല്ല. അത് എനിക്ക് പേടിയൊന്നുമില്ല, എനിക്കെന്താ പേടി? നേരെ മറിച്ചൊരു സിംഹം ഇപ്പോൾ വന്നാൽ നമ്മുടെ അപ്പവും ജീവനും കൊണ്ടുപോകും. കാര്യം എന്താ? നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അതുണ്ട്. അപ്പോൾ ഈ സബ് കോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്ന ഡിസേഴ്സിനെ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ കൺവേർട്ട് ചെയ്തെടുക്കണം. അതിനെ തിരിച്ചറിയണം. അത് എന്തൊക്കെ കിടപ്പുണ്ടെന്ന് നമുക്കറിയത്തില്ല. ഇത്രയും വർഷത്തെ പാസ്റ്റ് ഉണ്ട്, ഇത്രയും ജന്മത്തെ പാസ്റ്റ് ഉണ്ട്. അങ്ങനെയാണ് സാധനങ്ങൾ ചെയ്യുന്നത്, ധ്യാനം ചെയ്യുന്നത്, ശ്രീചക്ര ഉപാസന ചെയ്യുന്ന സമയത്ത് മന്ത്രം ജപിക്കുമ്പോൾ നമ്മൾ അന്തർമുഖമാവും. ഡെയിലി ഒരു കാര്യം ഇങ്ങനെ ചെയ്യുമ്പോൾ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പ്രത്യേകത, അതിനുള്ളിലേക്ക് എന്തെങ്കിലും കടക്കണമെങ്കിൽ ആവർത്തനം കൊണ്ടേ പറ്റൂ. ബോധം മനസ്സിൽ എനിക്ക് ധ്യാനിക്കണം, ദൈവമേ എന്നൊക്കെ വിളിച്ചാണെന്ന് അകത്തോട്ട് ചെയ്യത്തില്ല, ബോധത്തിൽ ചെന്ന് തട്ടത്തില്ല. അതിന് തടസ്സമായിട്ട് സബ് കോൺഷ്യസ് മൈൻഡ് ഒരു സാധനം ചുമ്മാ കയറത്തുമില്ല. കാരണം കോൺഷ്യസ് മൈൻഡ് എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കും. ഈശ്വരനെ ധ്യാനിക്കണം, പിന്നെ ആരാ ഈശ്വരൻ? നമ്മുടെ കോൺഷ്യസ് മൈൻഡ് തിരിച്ചു ചോദിക്കും. അത് എപ്പോഴും ചോദ്യം ചോദിക്കും. നിങ്ങൾ എന്ത് വേണമെന്ന് പറഞ്ഞു നോക്കി, കോൺഷ്യസ് മൈൻഡ് ഉടനെ ക്വസ്റ്റ്യൻ ചെയ്യും. അത് വേണം, ആവശ്യമാണ് സാധാരണ ലൈഫിൽ. അതുകൊണ്ടൊന്നും അകത്തോട്ട് പോകില്ല. അതിനാണ് സമർപ്പണം വേണം എന്ന് പറയുന്നത്. സമർപ്പണം ഉണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന മൈൻഡ് അവിടെ ഉണ്ടാവില്ല. നേരെ ഇടിച്ച് അത് സബ് കോൺഷ്യസ് മൈൻഡിലോട്ട് കയറും, അവിടുന്ന് ബോധത്തിലോട്ട് പോകും. അതിനാണ് നമ്മളെ ഭക്തി സഹായിക്കുന്നത്. ഭക്തി ഉണ്ടെങ്കിൽ സമർപ്പണം ഉണ്ടാവും, അഹങ്കാരം ഉണ്ടാവില്ല, അല്ലേ? അപ്പം നമ്മൾ സമർപ്പിക്കപ്പെട്ടവനാണ്, തലകുനിഞ്ഞവനാണ്, ഒഴിഞ്ഞവനാണ്. ആ സമയത്ത് നമ്മളിലേക്ക് അത് കടക്കും. പരമമായത്
പ്രത്യക്ഷ ബ്രഹ്മ. ഈ കാണുന്നതെല്ലാം ബ്രഹ്മമാണ്. പിന്നെന്താ എനിക്ക് അറിയാൻ വയ്യാത്ത? എൻ്റെ ഈഗോ കൊണ്ട്, എൻ്റെ വ്യക്തിത്വം കൊണ്ട്. അപ്പൊ എൻ്റെ അഹംഭാവം പോയാലോ? ഇതെല്ലാം എൻ്റെ അകത്തോട്ട് കയറും. അപ്പൊ ഭക്തി ഉണ്ടെങ്കിലോ സമർപ്പണം ഉണ്ടാവും, ഈഗോ വരില്ല. പക്ഷെ ഈഗോ വരാനുള്ളത് എങ്ങനെ വേണേലും വരും. നമ്മൾ വളരെ ബോധവാനായിരിക്കണമെന്ന് പറയുന്നുണ്ട്. കാര്യം എന്താ? ഞാൻ വലിയ ഭക്തനാണെന്നുള്ള ഈഗോ വരും. എൻ്റെ അത്രയും ഭക്തിയുള്ള ആരാ ഈ നാട്ടിലുള്ളത്? ഞാൻ ഭയങ്കര ആത്മീയനാണെന്നുള്ള വരും. എൻ്റെ അത്രയും ആത്മീയതയുള്ള ബുദ്ധിശാലി ആരാണെന്നുള്ള, ആത്മീയതയിൽ അറിവുള്ള ആൾ ആരാണെന്നുള്ളത് ഇങ്ങനെ വന്നാൽ ബ്ലോക്കാണ്. അതുകൊണ്ട് ഏത് മാർഗം ഉപയോഗിച്ചാലും അത് നമ്മളെ പിടികൂടും. മനസ്സ് അതിനകത്ത് കൂടെ തന്നെ പിടികൂടുന്നത്, അതിസൂക്ഷ്മമായിട്ട് നമ്മളെ ബ്ലോക്ക് ചെയ്യുന്നത്. അത് പറഞ്ഞു തന്നെയാണ് ബ്ലോക്ക് ചെയ്യുന്നത്. ആ ഉപയോഗിക്കുന്ന മാർഗം പറഞ്ഞു തന്നെ, അതാണ് കഷ്ടം. പക്ഷേ നമ്മൾ അതിലും സാധന ഉണ്ടെങ്കിൽ ഈ ബോധം ഉയർന്നു നിൽക്കുകയും ഇതിനെ ഓവർകം ചെയ്യാനും സാധിക്കും. ഇത്തരത്തിൽ നമ്മുടെ ശിരസ് മുറിഞ്ഞവനായിരിക്കുമ്പോൾ ഈ പറയുന്ന ബോധം ഉള്ളിലേക്ക്, അപ്പം അങ്ങനെ ബോധം ഉള്ളിലേക്ക് കിടക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ എൻ്റെ ദൈവമേ ഇത്രയൊക്കെ ക്രിമിനലായിരുന്നു ഞാൻ, എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡ് ഇത്രയും വൃത്തികെട്ടതായിരുന്നു, ഇതൊക്കെ അറിയാൻ പറ്റും. നമ്മൾ അന്തിച്ചു പോകും. നമ്മൾ പുറത്ത് നമ്മളെ വിശ്വസിപ്പിച്ചിട്ടുണ്ട് ഞാൻ നല്ലൊരു വ്യക്തിയാണ്, ഞാൻ ഇന്നതാണെന്ന്. അകത്തോട്ട് ചെല്ലുമ്പോൾ ഇതൊന്നും അല്ല, സംഗതി നേരെ ഓപ്പോസിറ്റാണ് കളി. നമ്മൾ ബോധത്തോടെ അകത്തേക്ക് ചെല്ലുമ്പോൾ ഇതിനെയൊക്കെ ഫേസ് ചെയ്യേണ്ടി വരും. അപ്പൊ ഈഗോ ഇല്ലാതെ അതിനെയൊക്കെ ശരിയാ, ഞാൻ കൊള്ളത്തില്ല, എൻ്റെ ഉള്ളിൽ ഇന്ന വിചാരങ്ങളെല്ലാം ഉണ്ട്, ഇന്ന ഉള്ള ദുർബുദ്ധികളൊക്കെ ഉണ്ട്, അസൂയുണ്ട്, കുശുമ്പുണ്ട്. ഇതൊക്കെ ഒരിക്കലെങ്കിലും സ്വയം അംഗീകരിക്കാൻ പറ്റിയാൽ അത് സ്വതന്ത്രമായി, അത് എക്സിസ്റ്റൻസിൽ അതങ്ങ് ലയിക്കും, അത് മേലോട്ട് പോകും, അത് ശൂന്യമാകും. അങ്ങനെ അത് അകത്തോട്ട് ചെല്ലാം, കൂടുതൽ അകത്തോട്ട് പോകും. അപ്പൊ ഈ അന്ധകാരം മാറി അവിടെ ഒരു പ്രകാശം വന്നു തുടങ്ങും, ജ്ഞാനത്തിന്റെ പ്രകാശം. അത് ഉയർന്നിങ്ങനെ വരും. ജ്യോതിർലിംഗാമൃതാത്മനെ, ജ്യോതിർലിംഗം ആയിട്ട് പരമശിവൻ എന്ന ആശയം അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിലേക്ക് മനുഷ്യൻ ഉയർത്തപ്പെടും.